ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കുസ്ക റൈസ് ആണ്. ചിക്കനും മട്ടനും പൊട്ടറ്റോയും ക്യാരറ്റും ഇതൊന്നുമില്ലാതെ പെട്ടെന്നൊരു കുക്കർ ബിരിയാണി ഉണ്ടാക്കാം. ഇതൊരു പ്ലെയിൻ ബിരിയാണിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് എല്ലാവർക്കും നന്ദാസ് ഡിഷസിലേക്ക് സ്വാഗതം. ചൂടായ കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 2 ടേബിൾ സ്പൂൺ നെയ്യും ഒഴിക്കാം. ഇനി ഇതിലേക്ക് 2 ചെറിയ കഷ്ണം കറുവാപ്പട്ട, 1 തക്കോലം, 4 ഗ്രാമ്പൂ, 1 ചെറിയ പീസ് സ്റ്റോൺ ഫ്ലവർ, 2 ഏലക്ക, 1/2 ടീസ്പൂൺ ഷാജീരകം, 2 ബേ ലീവ്സ് കൂടി ഇതിലേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് നടുവേ കീറിയത് കൂടി ഇടാം. 1 കപ്പ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഇതിലേക്കിടാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ പിങ്ക് നിറമൊക്കെ മാറി ഇതിലെ വെള്ളമൊക്കെ കുറച്ച് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് കൂടി ഇടാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ സവാള ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് മസാല ഇടാം. പാത്രത്തിലേക്ക് ഇട്ടാൽ മുളക് പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ബിരിയാണി മസാല കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ബിരിയാണി മസാല തയ്യാറാക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തക്കാളി ഈ കാണുന്നത് പോലെ അരിഞ്ഞത് കൂടി ഇടാം. സ്ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തക്കാളി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളി നല്ലതുപോലെ വഴറ്റിയെടുത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈര് ഒഴിക്കാം. തൈരൊഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇടാം. 1/2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. സ്ലോ ഫ്ലെയിമിൽ വെച്ച് തൈരും മസാലയും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് മല്ലിയില ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് കൂടി ഇടാം. പുതിനയില തണ്ടിൽ നിന്നും വേർപെടുത്തിയെടുത്തത് 1/2 കപ്പ് ഇതിലേക്ക് ഇടാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്ത് കഴിയുമ്പോൾ ബിരിയാണി മസാലയുടെ ഒരു സ്മെല്ല് വരും. ആ ഒരു സമയം ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അരി കൂടി ഇടാം. 1 കപ്പ് സെല്ല റൈസ് 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തത് ഇതിലേക്ക് ഇടാം. അരി പൊടിഞ്ഞു പോകാത്ത രീതിയിൽ 2 മിനിറ്റ് ഇതിലേക്കിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 1 കപ്പ് സെല്ല റൈസിന് 1 കപ്പ് സവാളയും 1 കപ്പ് ടൊമാറ്റോയുമാണ് നമ്മൾ എടുത്തത്. അതേപോലെ മല്ലിയിലയും പുതിനയിലയും 1/2 കപ്പ് വീതമാണ് എടുത്തത്. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം കൂടി ഒഴിക്കാം. 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളമാണ് എടുത്തത്. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഈ ഒരു സമയം ആവശ്യത്തിന് ഉപ്പുണ്ടോയെന്നും കൂടി ഒന്ന് നോക്കണം. ഇതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ച് അടച്ചു വയ്ക്കാം. ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വന്നതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഇതിലെ ആവി മുഴുവൻ തനിയെ പോയതിന് ശേഷം വേണം തുറക്കാൻ. ചൂട് ചെറുതായിട്ടൊന്ന് കുറഞ്ഞതിന് ശേഷം ഇളക്കാം. ഇതിപ്പോൾ നല്ല ചൂടുണ്ട്. കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഈ ഒട്ടൽ പോലെ തോന്നുന്നതങ്ങ് മാറിക്കോളും. ഇതിൻ്റെ അടിവശത്തൊന്നും ഇത് കരിഞ്ഞ് പിടിച്ചിട്ടില്ല. വെള്ളമൊക്കെ പരുവത്തിനാണ് ചേർത്തിരിക്കുന്നത്. നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. ജോലിക്ക് പോകുന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ലഞ്ചിന് കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു ഡിഷാണിത്. പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും.
ഇതിനെയും വിളമ്പുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതോടൊപ്പം തൈര് ചേർത്ത സാലഡ് സൈഡ് ഡിഷായിട്ട് കഴിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം. അതേപോലെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അതിനുശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക.